ഹായ് സ്റ്റുഡൻസ്, കെമിസ്ട്രി വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം. +1 കെമിസ്ട്രി ഒന്നാമത്തെ യൂണിറ്റായ സം ബേസിക് കോൺസെപ്റ്റ്സ് ഓഫ് കെമിസ്ട്രി എന്ന യൂണിറ്റിലെ അവസാനത്തെ ടോപ്പിക്കാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈ ടോപ്പിക്കിൽ എംപിരിക്കൽ ഫോർമുല ആൻഡ് മോളിക്കുലർ ഫോർമുല, ലിമിറ്റിംഗ് റിയാജൻറ്റ്, ഒരു സൊല്യൂഷൻ്റെ കോൺസെൻട്രേഷൻ എക്സ്പ്രസ് ചെയ്യാനുള്ള വിവിധ യൂണിറ്റുകൾ തുടങ്ങിയ കാര്യങ്ങൾ നമ്മൾ പഠിക്കും. ക്ലാസ് ശ്രദ്ധാപൂർവ്വം വീക്ഷിക്കും. എംപിരിക്കൽ ഫോർമുല ആൻഡ് മോളിക്കുലർ ഫോർമുല ഈ യൂണിറ്റിലെ ഒരു പ്രധാനപ്പെട്ട ടോപ്പിക്കാണത്. എംപിരിക്കൽ ഫോർമുല എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഡെഫിനിഷൻ: ദ ഫോർമുല വിച്ച് ഗീവ്സ് ദ സിംപ്ലസ്റ്റ് ഹോൾ നമ്പർ റേഷ്യോ ഓഫ് ആറ്റംസ് ഓഫ് വേരിയസ് എലിമെൻറ്റ്സ് പ്രസൻറ്റ് ഇൻ വൺ മോളിക്യൂൾ ഓഫ് ദ കോമ്പൗണ്ട്. ഒരു കോമ്പൗണ്ടിൻ്റെ ഒരു മോളിക്യൂൾ എടുത്തു കഴിഞ്ഞാൽ അതിലടങ്ങിയിരിക്കുന്ന വിവിധ ഇലമെൻറ്റുകളുടെ ആറ്റങ്ങൾ തമ്മിലുള്ള സിംപ്ലസ്റ്റ് ഹോൾ നമ്പർ റേഷ്യോ, അതായത് ലഘുസംഖ്യ അനുപാതം, അതിനെയാണ് എംപിരിക്കൽ ഫോർമുല എന്ന് വിളിക്കുന്നത്. എന്നാൽ മോളിക്കുലർ ഫോർമുല എന്താണെന്ന് നോക്കി. മോളിക്കുലർ ഫോർമുല ദ ഫോർമുല വിച്ച് ഗീവ്സ് ആക്ച്വൽ നമ്പർ ഓഫ് ആറ്റംസ് ഓഫ് വേരിയസ് എലിമെൻറ്റ്സ് പ്രസൻറ്റ് ഇൻ വൺ മോളിക്യൂൾ ഓഫ് ദ കോമ്പൗണ്ട്. ഒരു കോമ്പൗണ്ടിൻ്റെ ഒരു മോളിക്യൂൾ എടുത്തു കഴിഞ്ഞാൽ അതിലടങ്ങിയിരിക്കുന്ന വിവിധ ഇലമെൻറ്റുകളുടെ ആറ്റങ്ങളുടെ ആക്ച്വൽ നമ്പർ, അതായത് യഥാർത്ഥ ആറ്റങ്ങളുടെ എണ്ണം, അതാണ് മോളിക്കുലർ ഫോർമുല കാണിച്ചു വരുന്നത്. ഈ എക്സാമ്പിൾ ഒന്ന് കമ്പയർ ചെയ്ത് നോക്കി. ഇപ്പോൾ ബെൻസീൻ്റെ എംപിരിക്കൽ ഫോർമുല C1H1 ആണ്. എന്നാൽ ബെൻസീൻ്റെ മോളിക്കുലർ ഫോർമുല C6H6 ആണ്. അപ്പോൾ ഈ എംപിരിക്കൽ ഫോർമുലയെ ഏതോ ഒരു ഹോൾ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ മോളിക്കുലർ ഫോർമുല കിട്ടാം. അപ്പോൾ ബെൻസീൻ്റെ എംപിരിക്കൽ ഫോർമുല C1H1 ആണ്. അതായത് ബെൻസീനിൽ കാർബണും ഹൈഡ്രജനും തമ്മിലുള്ള റേഷ്യോ 1:1 ആണ്. ഇതാണ് സിമ്പിൾ ഹോൾ നമ്പർ റേഷ്യോ. എന്നാൽ ബെൻസീൻ്റെ മോളിക്കുലർ ഫോർമുല C6H6 ആണ്. അതായത് ഒരു മോളിക്യൂൾ ബെൻസീനിൽ 6 കാർബൺ ആറ്റും 6 ഹൈഡ്രജൻ ആറ്റും ഉണ്ട്. അതാണ് ആക്ച്വൽ നമ്പർ ഓഫ് ആറ്റംസ്. എന്നാൽ എംപിരിക്കൽ ഫോർമുല ഓഫ് അയൺ ഓക്സൈഡ് Fe2O3 ആണ്. അതേസമയം മോളിക്കുലർ ഫോർമുല ഓഫ് അയൺ ഓക്സൈഡും Fe2O3 ആണ്. അതായത് ചില കേസുകളിൽ എംപിരിക്കൽ ഫോർമുലയും മോളിക്കുലർ ഫോർമുലയും സെയിം ആയിട്ട് വരാം. ഇപ്പോൾ അയൺ ഓക്സൈഡിൻ്റെ എംപിരിക്കൽ ഫോർമുലയും മോളിക്കുലർ ഫോർമുലയും സെയിം ആണ്, Fe2O3 ആണ്. ഇനി ഹൈഡ്രജൻ പെറോക്സൈഡിൻ്റെ എംപിരിക്കൽ ഫോർമുല എന്താണ്? H1O1 ആണ്. അതായത് ഹൈഡ്രജൻ പെറോക്സൈഡിൽ ഹൈഡ്രജനും ഓക്സിജനും തമ്മിലുള്ള സിംപ്ലസ്റ്റ് ഹോൾ നമ്പർ റേഷ്യോ 1:1 ആണ്. അതാണ് അതിൻ്റെ എംപിരിക്കൽ ഫോർമുല H1O1. ഇനി എങ്ങനെയാണ് എംപിരിക്കൽ ഫോർമുല കാണുക? നമുക്കൊരു പ്രോബ്ലം വർക്കൗട്ട് ചെയ്യാം. ആൻ ഓർഗാനിക് കോമ്പൗണ്ട് കണ്ടെയ്ൻ കാർബൺ ആൻഡ് ഹൈഡ്രജൻ വിത്ത് കോമ്പോസിഷൻ C = 92.32%. അതായത് കാർബണിൻ്റെ പെർസെൻറ്റേജ് കോമ്പോസിഷൻ തന്നിട്ടുണ്ട്. ആൻഡ് H = 7.68%. ഹൈഡ്രജൻ്റെ പെർസെൻറ്റേജ് കോമ്പോസിഷൻ തന്നിട്ടുണ്ട്. കാൽക്കുലേറ്റ് ദ എംപിരിക്കൽ ഫോർമുല ആൻഡ് മോളിക്കുലർ ഫോർമുല. ആ ഓർഗാനിക് കോമ്പൗണ്ടിൻ്റെ വേപ്പർ ഡെൻസിറ്റി അവർ തന്നിട്ടുണ്ട്, 39 ആണ് പ്രോബ്ലത്തിൽ തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ പ്രോബ്ലം ചെയ്യുമ്പോൾ ആദ്യം വേണ്ടത്, ഇവിടെ നമ്മൾ ഒരു ടേബിൾ വരയ്ക്കുകയാണ് വേണ്ടത്. ഇപ്പോൾ ഈ ടേബിളിൽ നമുക്കിവിടെ കാണാൻ സാധിക്കും, ഇവിടെ 5 കോളങ്ങളുള്ള ഒരു ടേബിളാണ്. അതിൽ ഒന്നാമത്തെ കോളത്തിൽ ഇലമെൻ്റ് എന്നും, രണ്ടാമത്തെ കോളത്തിൽ ആ ഇലമെൻറ്റിൻ്റെ പെർസെൻറ്റേജ്, മൂന്നാമത്തെ കോളത്തിൽ റിലേറ്റീവ് നമ്പർ ഓഫ് ആറ്റംസ്, നാലാമത്തെ കോളത്തിൽ ഡിവൈഡിങ് ബൈ സ്മോളസ്റ്റ് ഫാക്ടർ, അഞ്ചാമത്തെ കോളത്തിൽ റേഷ്യോ ഓഫ് നമ്പർ ഓഫ് ആറ്റംസ്. ആ രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം ഫസ്റ്റ് ഈ പ്രോബ്ലം ഒന്ന് വായിച്ചു നോക്കുക. അതിൽ കാർബണിൻ്റെ പെർസെൻറ്റേജും ഹൈഡ്രജൻ്റെ പെർസെൻറ്റേജും തന്നിട്ടുണ്ട്. അപ്പോൾ രണ്ട് ഇലമെൻ്റ് എന്ന് പറഞ്ഞ കോളത്തിൽ കാണിച്ചു CaH. കാർബണിൻ്റെ പെർസെൻറ്റേജ് 92.32 ആണ്. അപ്പോൾ അത് അവിടെ നമ്മൾ ടൈപ്പ് ചെയ്തു. ഹൈഡ്രജൻ്റെ പെർസെൻറ്റേജ് 7.68 ആണ്, ടൈപ്പ് ചെയ്തു. ഇനി റിലേറ്റീവ് നമ്പർ ഓഫ് ആറ്റംസ് കാണണമെങ്കിൽ അതിനൊരു ഫോർമുലയുണ്ട്. റിലേറ്റീവ് നമ്പർ ഓഫ് ആറ്റംസ് കാണണമെങ്കിൽ തന്നിരിക്കുന്ന പെർസെൻറ്റേജിനെ അതിൻ്റെ ആറ്റോമിക് മാസ് കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ ഇവിടെ കാർബണിൻ്റെ പെർസെൻറ്റേജ് 92.32 ആണ്. കാർബണിൻ്റെ ആറ്റോമിക് മാസ് 12 ആണ്. അപ്പോൾ അതിനെ ഡിവൈഡ് ചെയ്തു, നമുക്ക് 7.69 എന്ന് കിട്ടി. അതുപോലെ ഹൈഡ്രജൻ്റെ പെർസെൻറ്റേജ് 7.68 ആണ്. ഹൈഡ്രജൻ്റെ ആറ്റോമിക് മാസ് 1 ആണ്. അപ്പോൾ അത് ഡിവൈഡ് ചെയ്തപ്പോൾ 7.68 തന്നെ കിട്ടി. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് ഡിവൈഡിങ് ബൈ സ്മോളസ്റ്റ് ഫാക്ടർ. അതായത് ഈ രണ്ട് നമ്പറുകളെയും അതിലെ ചെറിയ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഈ കിട്ടിയ രണ്ട് ആൻസറിനെയും അതിലുള്ള ചെറിയ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ ഈ രണ്ടെണ്ണത്തിലുള്ള ചെറിയ നമ്പർ ഏതാണ്? 7.68 ആണ്. അപ്പോൾ 7.68 കൊണ്ട് ഈ രണ്ട് ആൻസറുകളെയും ഡിവൈഡ് ചെയ്യണം. അതാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. 7.69 ബൈ 7.68 അത് നിയർലി 1 ആണ്. അതുപോലെ 7.68 ബൈ 7.68 അത് 1 ആണ്. അപ്പോൾ നമുക്ക് റേഷ്യോ ഓഫ് നമ്പർ ഓഫ് ആറ്റംസ് കിട്ടി. അതായത് കാർബണിൻ്റെ
നമ്പർ ഓഫ് ആറ്റംസ് 1, ഹൈഡ്രജൻ്റെ നമ്പർ ഓഫ് ആറ്റംസ് 1. അപ്പോൾ ഇവിടെ കാർബണും ഹൈഡ്രജനും നമ്മളുടെ റേഷ്യോ 1:1 ആണ്. അപ്പോൾ ഈ ഓർഗാനിക് കോമ്പൗണ്ട് എംപിരിക്കൽ ഫോർമുല എങ്ങനെ എഴുതാം? ഒരു കാർബണും ഒരു ഹൈഡ്രജനും, അപ്പോൾ C1H1. ഇതാണ് ഈ ഓർഗാനിക് കോമ്പൗണ്ടിൻ്റെ എംപിരിക്കൽ ഫോർമുല. ഇനി എംപിരിക്കൽ ഫോർമുല കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് മോളിക്കുലർ ഫോർമുല കാണാം. അതിനൊരു ഫോർമുല എന്താണെന്ന് വെച്ചാൽ മോളിക്കുലർ ഫോർമുല ഈക്വൽ ടു N ഇൻറ്റു എംപിരിക്കൽ ഫോർമുല. എംപിരിക്കൽ ഫോർമുലയെ N കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് മോളിക്കുലർ ഫോർമുല കിട്ടും. ഈ N എങ്ങനെയാണ്? N കാണണമെങ്കിൽ മോളിക്കുലാർ മാസ് ബൈ എംപിരിക്കൽ ഫോർമുല മാസ്, ഇതാണ് ഉപയോഗിക്കേണ്ട ഫോർമുല. ഈ N കാണണമെങ്കിൽ മോളിക്കുലാർ മാസിനെ എംപിരിക്കൽ ഫോർമുല മാസ് കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഇവിടെ മോളിക്കുലർ മാസ് തന്നിട്ടില്ല, പക്ഷെ അതിന് പകരം ഒരു കോമ്പൗണ്ടിൻ്റെ വേപ്പർ ഡെൻസിറ്റി തന്നിട്ടുണ്ട്. ഒരു കോമ്പൗണ്ടിൻ്റെ വേപ്പർ ഡെൻസിറ്റി തരികയാണെങ്കിൽ അതിൽ നിന്ന് മോളിക്കുലർ മാസ് കാണാം. എന്താ മാർഗം? മോളിക്കുലർ മാസ് ഈക്വൽ ടു 2 ഇൻറ്റു വേപ്പർ ഡെൻസിറ്റി. വേപ്പർ ഡെൻസിറ്റിയെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ ഇവിടെ വേപ്പർ ഡെൻസിറ്റി 39 തന്നിരിക്കുന്നത്. അപ്പോൾ മോളിക്കുലർ മാസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമുക്കറിയാം വേപ്പർ ഡെൻസിറ്റി പ്രോബ്ലത്തിൽ 39 തന്നിരിക്കുന്നത്. അപ്പം മോളിക്കുലർ മാസ് കാണണമെങ്കിൽ മോളിക്കുലർ മാസ് ഈക്വൽ ടു 2 ഇൻറ്റു 39, 78 ഗ്രാം. അപ്പോൾ ഇവിടെ മോളിക്കുലർ മാസ് 78 ഗ്രാം എന്ന് കിട്ടി. ഇനി എംപിരിക്കൽ ഫോർമുല മാസ് എങ്ങനെയാണ് കാണുക? അതിന് ഇവിടേക്ക് നോക്കുക. എംപിരിക്കൽ ഫോർമുല C1H1 ആണ്, അതായത് ഒരു കാർബണും ഒരു ഹൈഡ്രജനാണ്. അപ്പോൾ 1 ഇൻറ്റു കാർബൺ ആറ്റോമിക് മാസ് 12 പ്ലസ് 1 ഇൻറ്റു ഹൈഡ്രജൻ ആറ്റോമിക് മാസ് 1. ഇതെല്ലാം കൂടി ആഡ് ചെയ്യുക. സാധാരണ നമ്മൾ ആറ്റങ്ങളുടെ മാസ് ആഡ് ചെയ്ത് മോളിക്കുലർ മാസ് കാണാനില്ലേ, അതേപോലെ C1H1ൻ്റെ മാസ് അവയുടെ ആറ്റോമിക് മാസുകൾ ആഡ് ചെയ്ത് കാണുക. അപ്പോൾ 13 ഗ്രാം എന്ന് കിട്ടും. അപ്പോൾ ഈ ഓർഗാനിക് കോമ്പൗണ്ട് എംപിരിക്കൽ ഫോർമുല C1H1 ആണ്. അതിൻ്റെ എംപിരിക്കൽ ഫോർമുല മാസ് 13 ഗ്രാമാണ്. അപ്പോൾ അതുകൂടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അപ്പോൾ N ഈക്വൽ ടു 78 ഡിവൈഡഡ് ബൈ 13 എന്നാവും. 78 മോളിക്കുലർ മാസ്, എംപിരിക്കൽ ഫോർമുല മാസ് 13. അപ്പോൾ ആൻസർ എന്തായി? 6 എന്ന് കിട്ടി. അപ്പോൾ നമുക്ക് Nൻ്റെ വാല്യൂ കിട്ടി 6 ആണ്. ഈ വാല്യൂ ഈ മുകളിലെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പോൾ മോളിക്കുലർ ഫോർമുല ഈക്വൽ ടു Nന് വരെ 6 എന്ന് കൊടുത്തു. 6 ഇൻറ്റു എംപിരിക്കൽ ഫോർമുല C1H1. അപ്പോൾ എന്ത് ചെയ്യും? ഈ 6 കൊണ്ട് ഈ താഴെ കാണുന്ന ഈ 2 നമ്പറുകൾ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ എന്തായി? C6H6 എന്നായി. അപ്പോൾ ഈ ഓർഗാനിക് കോമ്പൗണ്ട് മോളിക്കുലർ ഫോർമുല C6H6 എന്നായി. അത് ബെൻസീൻ എന്ന് പറയുന്ന ഓർഗാനിക് കോമ്പൗണ്ടാണ്. രണ്ടാമത്തെ പ്രോബ്ലം, ഡിറ്റർമിൻ ദ എംപിരിക്കൽ ഫോർമുല ആൻഡ് മോളിക്കുലർ ഫോർമുല ഓഫ് എൻ ഓക്സൈഡ് ഓഫ് അയൺ വിച്ച് കണ്ടെയ്ൻസ് 69.9% അയൺ ആൻഡ് ദ റെസ്റ്റ് ഈസ് ഓക്സിജൻ ബൈ മാസ്. മോളിക്കുലർ മാസ് ബ്രാക്കറ്റിൽ തന്നിട്ടുണ്ട് 160 ഗ്രാം. ഈ കേസിൽ അയണിൻ്റെ പെർസെൻറ്റേജ് തന്നിട്ടുണ്ട്, എന്നാൽ ബാക്കിയുള്ളത് ഓക്സിജനാണ്, അത് തന്നിട്ടില്ല. അപ്പോൾ നമ്മൾ ആദ്യം ഓക്സിജൻ്റെ പെർസെൻറ്റേജ് കാണണം. പെർസെൻറ്റേജ് ഓഫ് ഓക്സിജൻ കാണണമെങ്കിൽ 100ൽ നിന്ന് തന്നിരിക്കുന്ന അയണിൻ്റെ പെർസെൻറ്റേജ് നമ്മൾ കുറയ്ക്കുകയാണ്. ഇപ്പോൾ 100 മൈനസ് 69.9, അതായത് 30.1% നമുക്ക് കിട്ടും. അതാണ് ഓക്സിജൻ്റെ പെർസെൻറ്റേജ്. ഇത് രണ്ടും കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എംപിരിക്കൽ ഫോർമുല കാണാം. അപ്പോൾ നമ്മൾ ടേബിൾ വരയ്ക്കുക. 5 കോളംസ് ടേബിളിൽ ഉണ്ടായിരിക്കണം. അപ്പോൾ ഒന്നാമത്തെ കോളത്തിൽ എലിമെൻറ്റ്, രണ്ടാമത്തെ കോളത്തിൽ പെർസെൻറ്റേജ്, മൂന്നാമത്തെ കോളത്തിൽ റിലേറ്റീവ് നമ്പർ ഓഫ് ആറ്റംസ്, നാലാമത്തെ കോളത്തിൽ ഡിവൈഡിങ് ബൈ സ്മോളസ്റ്റ് ഫാക്ടർ, അഞ്ചാമത്തെ കോളത്തിൽ ഹോൾ നമ്പർ റേഷ്യോ ഓഫ് ആറ്റംസ്. അപ്പോൾ എലിമെൻറ്റ് നമ്മൾ എഴുതി. അയൺ ഉണ്ട്, ഓക്സിജൻ ഉണ്ട്. അയണിൻ്റെ പെർസെൻറ്റേജ് 69.9, ഓക്സിജൻ്റെ പെർസെൻറ്റേജ് 30.1. ഇനി റിലേറ്റീവ് നമ്പർ ഓഫ് ആറ്റംസ് കാണണമെങ്കിൽ പെർസെൻറ്റേജിനെ അതിൻ്റെ ആറ്റോമിക മാസ് കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ ഇവിടെ അയണിൻ്റെ ആറ്റോമിക് മാസ് 55.85 ആണ്. അപ്പോൾ 69.9 ഡിവൈഡഡ് ബൈ 55.85 അത് ചെയ്തപ്പോൾ 1.25 എന്ന് കിട്ടി. അതുപോലെ ഓക്സിജൻ്റെ പെർസെൻറ്റേജ് 30.1 ആണ്. ഓക്സിജൻ്റെ ആറ്റോമിക് മാസ് 16 ഗ്രാമാണ്. അപ്പോൾ 30.1 ഡിവൈഡഡ് ബൈ 16 ചെയ്തപ്പോൾ 1.88 എന്ന് കിട്ടി. ഈ കിട്ടിയ 2 ആൻസറുകളെയും നമ്മൾ ഒരു സ്മോളസ്റ്റ് നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ ഈ രണ്ടിലുള്ള സ്മോളസ്റ്റ് നമ്പർ ഏതാണ്? 1.25 ആണ്. അപ്പോൾ 1.25 കൊണ്ട് ഈ കിട്ടിയ 2 ആൻസറിനെയും ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ 1.25 ഡിവൈഡഡ് ബൈ 1.25, അപ്പോൾ നമുക്ക് 1 എന്ന് കിട്ടി. ഇവിടെ 1.88 ഡിവൈഡഡ് ബൈ 1.25, അപ്പോൾ നമുക്ക് 1.5 എന്ന് കിട്ടി. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, അയണിൻ്റെ സ്മോളസ്റ്റ് ഫാക്ടർ 1ഉം ഓക്സിജൻ്റെ സ്മോളസ്റ്റ് ഫാക്ടർ 1.5 ആണ് കിട്ടിയത്. ഇതൊരു ഫ്രാക്ഷണൽ വാല്യൂ ആണ്. ഇങ്ങനെ ഫ്രാക്ഷണൽ വാല്യൂ വരാൻ പാടില്ല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മളതിനെ ഹോൾ നമ്പറാക്കി മാറ്റണം. അപ്പോൾ ഈ 1.5നെ എങ്ങനെ ഹോൾ നമ്പറാക്കി മാറ്റാം? ഇതിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ 1.5നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 3 ആയി. പക്ഷേ ഇതിനെ മാത്രമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ പാടില്ല. അതേസമയം ഈ 1നെയും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ ഈ കിട്ടിയ 2 സ്മോളസ്റ്റ് ഫാക്ടറിനെയും
2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അത് ഹോൾ നമ്പറായിട്ട് മാറും. അപ്പോൾ 1നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു 2 ആയി, 1.5നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു അപ്പോൾ 3 ആയി. അപ്പോൾ ഈ കോമ്പൗണ്ടിൽ അയേണും ഓക്സിജനും തമ്മിലുള്ള സിംപിളസ്റ്റ് ഹോൾ നമ്പർ റേഷ്യോ എന്താണ്? 2:3 ആണ്. അങ്ങനെയാണെങ്കിൽ അയേൺ ഓക്സൈഡിൻ്റെ എംപിരിക്കൽ ഫോർമുല എങ്ങനെ എഴുതാം? Fe2O3 എന്ന് എഴുതാം. ഇനി എങ്ങനെയാണ് മോളിക്കുലർ ഫോർമുല കാണുക? മോളിക്കുലർ ഫോർമുല കാണണമെങ്കിൽ N ഇൻറ്റു എംപിരിക്കൽ ഫോർമുല. അപ്പോൾ ഇവിടെ എന്നിൻ്റെ വാല്യൂ നമുക്ക് കാണണം. അപ്പോൾ N കാണണമെങ്കിൽ മോളിക്കുലർ മാസ് ഡിവൈഡഡ് ബൈ എംപിരിക്കൽ ഫോർമുല മാസാണ്. അപ്പോൾ ഈ പ്രോബ്ലത്തിൽ മോളിക്കുലർ മാസ് തന്നിട്ടുണ്ട്. മോളിക്കുലർ മാസ് 160 ഗ്രാമാണ് തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് മോളിക്കുലർ മാസ് 160 കൊടുക്കാം. ഇനി എംപിരിക്കൽ ഫോർമുല മാസ് കാണണം. എങ്ങനെയാണ് കാണുക? എംപിരിക്കൽ ഫോർമുല മാസ് കാണാൻ ആദ്യം എംപിരിക്കൽ ഫോർമുല എഴുതുക Fe2O3. എന്നിട്ട് അതിലടങ്ങിയിരിക്കുന്ന ആറ്റങ്ങളുടെ മാസുകൾ തമ്മിൽ ആഡ് ചെയ്യാം. അപ്പോൾ ഇവിടെ 2 ഇൻറ്റു അയേണിൻ്റെ ആറ്റോമിക് മാസ് 55.9 പ്ലസ് 3 ഇൻറ്റു ഓക്സിജൻ്റെ ആറ്റോമിക് മാസ് 16. ഇതെല്ലാം കൂടി ആഡ് ചെയ്താൽ നമുക്ക് 160 ഗ്രാം എന്ന് കിട്ടും. അപ്പോൾ എംപിരിക്കൽ ഫോർമുല മാസും 160 ആണ്, മോളിക്കുലർ മാസും 160 ആണ്. അപ്പോൾ ഇവിടെ എന്നിൻ്റെ വാല്യൂ 160/160, അതായത് 1 എന്നാണ് കിട്ടുക. അങ്ങനെയാണെങ്കിൽ മോളിക്കുലർ ഫോർമുല കാണാൻ നമ്മൾ എന്ത് ചെയ്യണം? ഈ എന്നിന് വരെ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ 1 ഇൻറ്റു Fe2O3, അതായത് Fe2O3 തന്നെ. അതിനർത്ഥം അയേൺ ഓക്സൈഡിൻ്റെ എംപിരിക്കൽ ഫോർമുലയും മോളിക്കുലർ ഫോർമുലയും സെയിം ആണ്. ലിമിറ്റിംഗ് റിയാജൻറ്റ്. ഇൻ എ കെമിക്കൽ റിയാക്ഷൻ കണ്ടെയ്നിങ് 2 or more reactants, one of the reactant will be completely reacted and other remains. ഇപ്പോൾ നമുക്കറിയാം, ഒരു കെമിക്കൽ റിയാക്ഷനിൽ 2 or അതിലധികമോ റിയാക്റ്റൻസ് ഉണ്ടെങ്കിൽ അതിലേതെങ്കിലും ഒരു റിയാക്റ്റൻ്റ് കംപ്ലീറ്റ് ആയിട്ട് പ്രവർത്തിച്ച് തീരും, എന്നാൽ മറ്റ് റിയാക്റ്റൻസ് അവിടെ അവശേഷിക്കുകയും ചെയ്യും. ഇപ്പോൾ എക്സാമ്പിളായിട്ട് നൈട്രജൻ പ്ലസ് ഹൈഡ്രജൻ ദാറ്റ് ഗീവ്സ് അമോണിയ. ഈ റിയാക്ഷനിൽ റിയാക്റ്റൻസ് ഏതാണ്? നൈട്രജനും ഹൈഡ്രജനുമാണ് റിയാക്റ്റൻസ്. അപ്പോൾ ഈ കെമിക്കൽ റിയാക്ഷൻ നടത്തുമ്പോൾ നൈട്രജനും ഹൈഡ്രജനും കൂടി ടെസ്റ്റ് ട്യൂബിൽ നമ്മൾ മിക്സ് ചെയ്യുന്നു, അവ തമ്മിൽ പ്രവർത്തിച്ച് തുടങ്ങുന്നു, എന്നിട്ട് അമോണിയയായിട്ട് മാറുന്നു. എപ്പോഴാണ് ഈ കെമിക്കൽ റിയാക്ഷൻ അവസാനിക്കുക? അവസാനിക്കുന്നത് ഈ 2 റിയാക്റ്റൻറ്റുകളിൽ ഏതെങ്കിലും ഒന്ന് കംപ്ലീറ്റ് ആയിട്ട് റിയാക്ട് ചെയ്താൽ, അല്ലെങ്കിൽ പൂർണ്ണമായി പ്രവർത്തിച്ച് തീർന്നാൽ മാത്രമാണ് ഈ റിയാക്ഷൻ അവസാനിക്കുക. അങ്ങനെയാണെങ്കിൽ ലിമിറ്റിംഗ് റിയാജൻറ്റിന് എന്ത് ഡെഫിനേഷൻ കൊടുക്കാം? The reactant which is completely consumed in a chemical reaction containing 2 or more reactants is called limiting reagent. 2 or അതിലധികമോ റിയാക്റ്റൻസ് അടങ്ങിയിട്ടുള്ള ഒരു രാസപ്രവർത്തനത്തിൽ മുഴുവനായി പ്രവർത്തിച്ച് തീരുന്ന, അതായത് കംപ്ലീറ്റ് ആയിട്ട് കൺസ്യൂം ചെയ്ത റിയാക്റ്റൻറ്റിനെ, അഭികാരകത്തിനെ വിളിക്കുന്ന പേരാണ് ലിമിറ്റിംഗ് റിയാജൻറ്റ്. അപ്പോൾ ഈ നൈട്രജനും ഹൈഡ്രജനും കൂടി ചേർന്ന് അമോണിയ ഉണ്ടാകുന്ന റിയാക്ഷനിൽ ലിമിറ്റിംഗ് റിയാജൻറ്റ് ഏതായിരിക്കും? ഒന്നുകിൽ നൈട്രജൻ ആയിരിക്കും, അല്ലെങ്കിൽ ഹൈഡ്രജൻ ആയിരിക്കും. എന്നാൽ രണ്ടാമത്തെ റിയാക്ഷൻ നോക്കി, കാൽസ്യം കാർബണേറ്റ് ഡീകമ്പോസ്ഡ് ഇൻറ്റു കാൽസ്യം ഓക്സൈഡ് പ്ലസ് കാർബൺ ഡൈ ഓക്സൈഡ്. ഈ റിയാക്ഷനിൽ ഏതായിരിക്കും ലിമിറ്റിംഗ് റിയാജൻറ്റ്? ഈ റിയാക്ഷനിൽ ലിമിറ്റിംഗ് റിയാജൻറ്റിന് പ്രാധാന്യമില്ല, കാരണം ഇതിൽ ഒറ്റ തരം റിയാക്റ്റൻ്റേ ഉള്ളൂ. അപ്പോൾ ഇവിടെ കാൽസ്യം കാർബണേറ്റാണ് റിയാക്റ്റൻറ്റ്, അപ്പോൾ അത് തന്നെയായിരിക്കും ലിമിറ്റിംഗ് റിയാജൻറ്റ്. ലിമിറ്റിംഗ് റിയാജൻറ്റിന് ശരിക്ക് പ്രാധാന്യം ഇവിടെ ഇല്ല. ഇനി നമുക്കിതുമായി ബന്ധപ്പെട്ടൊരു പ്രോബ്ലം വർക്കൗട്ട് ചെയ്യാം. അപ്പോൾ ഒന്നുകൂടി ക്ലിയർ ആയിട്ട് എന്താണ് ലിമിറ്റിംഗ് റിയാജൻറ്റ് എന്ന് മനസ്സിലാവും. 1.5 gram hydrogen react with 14.5 gram oxygen to form water. Which is the limiting reagent? B question, calculate the amount of water formed in the reaction. C question, calculate the amount of reactant which remains unreacted. ഇവിടെ ഈ പ്രോബ്ലത്തിൽ തന്നിരിക്കുന്നത് 1.5 ഗ്രാം ഹൈഡ്രജനും 14.5 ഗ്രാം ഓക്സിജനും കൂടി മിക്സ് ചെയ്ത് വാട്ടർ ഉണ്ടാകുന്ന ഒരു റിയാക്ഷനാണ്. ഇതിൽ ഏതാണ് ലിമിറ്റിംഗ് റിയാജൻറ്റ്? ഹൈഡ്രജൻ ആണോ ഓക്സിജൻ ആണോ എന്നാണ് നമ്മൾ ആദ്യം കണ്ടെത്തേണ്ടത്. അപ്പോൾ ഈ പ്രോബ്ലം നമുക്ക് എങ്ങനെ വർക്കൗട്ട് ചെയ്യാം? ആദ്യം ഹൈഡ്രജനും ഓക്സിജനും കൂടി ചേർന്ന് വാട്ടർ ഉണ്ടാകുന്ന ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ എഴുതുക. അത് നിർബന്ധമാണ്, കെമിക്കൽ ഇക്വേഷൻ ബാലൻസ്ഡ് ആയിരിക്കണം. അപ്പോൾ 2H2 + 1O2 ദാറ്റ് ഗീവ്സ് 2H2O. ഇതാണ് ഹൈഡ്രജനും ഓക്സിജനും കൂടി ചേർന്ന് വാട്ടർ ഉണ്ടാകുന്നതിൻ്റെ ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ. ഈ ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷനിൽ നിന്ന് അതിൻ്റെ വെയിറ്റ് നമുക്ക് എഴുതാൻ സാധിക്കും. ഇവിടെ വെയിറ്റ് ഉദ്ദേശിക്കുന്നത്, ഇവിടെ 2 മോൾ ഹൈഡ്രജനാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതായത് ഇവിടെ 4 ഹൈഡ്രജൻ ആറ്റങ്ങളുണ്ട്. ഒരു ഹൈഡ്രജൻ്റെ ആറ്റോമിക് മാസ് 1 ഗ്രാം, അപ്പോൾ 4 ഹൈഡ്രജൻ്റെ 4 ഗ്രാം. അതുപോലെ 1 മോൾ ഓക്സിജനാണ് ഉപയോഗിച്ചിരിക്കുന്നത്.
നമുക്കറിയാം ഓക്സിജൻ്റെ ആറ്റോമിക് മാസ് 16 ഗ്രാമാണ്, ഇവിടെ O2 ആണ്, അപ്പം 32 ഗ്രാം. അതുപോലെ 2 മോൾ വാട്ടറാണ് പ്രോഡക്റ്റായിട്ട് ലഭിക്കുന്നത്. വാട്ടറിൻ്റെ മോളിക്കുലർ മാസ് 18 ഗ്രാമാണ്, 2 മോളിക്യൂൾ കിട്ടുന്നുണ്ട്. അപ്പോൾ എത്രയായി? 36 ഗ്രാമായി. അപ്പോൾ നമുക്ക് ഈ ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ നോക്കിയിട്ട് ഇതിൻ്റെ വെയിറ്റ് പറയാൻ സാധിക്കും. അതായത് ഇതിൻ്റെ വെയിറ്റ് കൺസെപ്റ്റ് പറയാൻ സാധിക്കും. എന്താണ്? 4 ഗ്രാം ഹൈഡ്രജനും 32 ഗ്രാം ഓക്സിജനും കൂടി ചേർന്ന് 36 ഗ്രാം വാട്ടർ ലഭിക്കുന്നു. ഇത് വെച്ചുകൊണ്ട് നമുക്ക് ഈ പ്രോബ്ലം വർക്കൗട്ട് ചെയ്യാം. അതായത് ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷനിൽ നിന്ന് ലഭിക്കുന്ന വെയിറ്റ് കൺസെപ്റ്റ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഇത് പ്രോബ്ലം വർക്കൗട്ട് ചെയ്യാൻ സാധിക്കും. 4 ഗ്രാം ഹൈഡ്രജൻ റിക്വയേഴ്സ് 32 ഗ്രാം ഓക്സിജൻ. ഇത് എവിടെ നിന്നാണ് ലഭിച്ചത്? ഈ ഇക്വേഷനാണ് ലഭിച്ചത്. ഈ ഇക്വേഷൻ നോക്കി അറിയാം, 4 ഗ്രാം ഹൈഡ്രജനുമായി പ്രവർത്തിക്കണമെങ്കിൽ 32 ഗ്രാം ഓക്സിജൻ ആവശ്യമാണ് ബൈ ദ ബാലൻസ്ഡ് ഇക്വേഷൻ. ബാലൻസ്ഡ് ഇക്വേഷൻ നോക്കിക്കൊണ്ടാണ് എഴുതിയത്. ഇനി പ്രോബ്ലത്തിൽ നമുക്ക് തന്നിരിക്കുന്നത് എത്രയാണ്? 1.5 ഗ്രാം ഹൈഡ്രജനും 14.5 ഗ്രാം ഓക്സിജനാണ്. അപ്പോൾ നമ്മൾ എങ്ങനെ എഴുതുന്നു? 1.5 ഗ്രാം ഹൈഡ്രജനുമായിട്ട് പ്രവർത്തിക്കാൻ എന്തുമാത്രം ഓക്സിജൻ വേണം? അത് നമ്മൾ എക്സ് ഗ്രാം എന്ന് പറഞ്ഞ് എടുക്കണം. ഒന്നുകൂടി പറയുന്നു, 1.5 ഗ്രാം ഹൈഡ്രജനുമായി പ്രവർത്തിക്കുന്നതിന് എത്ര ഗ്രാം ഓക്സിജൻ വേണം? അത് നമ്മൾ കണ്ടെത്തണം. അത് നമ്മൾ എക്സ് ആയിട്ട് സങ്കല്പിക്കണം. അപ്പോൾ ഇത് രണ്ടും കൂടി കമ്പയർ ചെയ്ത് നമുക്ക് റേഷ്യോ എടുത്താൽ മതി. അതായത് 4/1.5, അതായത് ഈ 4നെ ഈ 1.5 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. 4/1.5 ഈക്വൽ ടു 32/x. ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് നമുക്ക് എക്സിൻ്റെ വാല്യൂ കണ്ടെത്താം. അപ്പോൾ 4x ഈക്വൽ ടു 32 × 1.5 ആവും. 4x ഈക്വൽ ടു 32 × 1.5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് 48 എന്ന് കിട്ടും. ഇതിൽ നിന്ന് എക്സിൻ്റെ വാല്യൂ ആണ്. എക്സ് ഈക്വൽ ടു 12 ഗ്രാം. എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ എടുത്തിരിക്കുന്നത് ഓക്സിജൻ്റെ വെയിറ്റാണ്. അതായത് 1.5 ഗ്രാം ഹൈഡ്രജനുമായിട്ട് പ്രവർത്തിക്കാൻ 12 ഗ്രാം ഓക്സിജനെ വേണ്ടൂ. യഥാർത്ഥത്തിൽ നമ്മൾ എത്ര ഓക്സിജൻ എടുത്തിട്ടുണ്ട്? ആ പ്രോബ്ലം വായിച്ച് നോക്കി മനസ്സിലാവും. യഥാർത്ഥത്തിൽ നമ്മൾ എത്ര ഓക്സിജൻ എടുത്തിട്ടുണ്ട്? 14.5 ഗ്രാം ഓക്സിജൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ 14.5 ഗ്രാം ഓക്സിജൻ റിയാക്ഷൻ നടത്തുന്നതിന് വേണ്ടി നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ 12 ഗ്രാം ഓക്സിജനെ വേണ്ടൂ. അതിനർത്ഥം അവിടെ ഓക്സിജൻ അവശേഷിക്കുന്നു. മുഴുവനായി റിയാക്ട് ചെയ്യാതെ ഓക്സിജൻ അവശേഷിക്കുന്നു. അപ്പോൾ അവിടെ ഏതാവും മുഴുവൻ റിയാക്ട് ചെയ്തിട്ടുണ്ടാവുക? ഹൈഡ്രജൻ കംപ്ലീറ്റ് ആയിട്ട് റിയാക്ട് ചെയ്തിട്ടുണ്ടാവും. ഹൈഡ്രജൻ ഈസ് കംപ്ലീറ്റ്ലി കൺസ്യൂംഡ്. സോ ലിമിറ്റിംഗ് റിയാജൻറ്റ് ഈസ് hydrogen. So what is limiting reagent? The reactant which is completely consumed in a chemical reaction containing 2 or more reactants is called limiting reagent. ഇനി ഈ പ്രോബ്ലത്തിൻ്റെ ബി പാർട്ട് എങ്ങനെയാണ് വർക്കൗട്ട് ചെയ്യുക? അവിടെ നമ്മൾ ഇക്വേഷൻ എഴുതണം ആദ്യം. അതായത് 2H2 + 1O2 ദാറ്റ് ഗീവ്സ് 2H2O. അതിൻ്റെ വെയിറ്റ് കൺസെപ്റ്റ് അല്ലെങ്കിൽ മാസ് കൺസെപ്റ്റ് നമ്മൾ എഴുതുന്നത് 4 ഗ്രാം ഹൈഡ്രജൻ റിയാക്ട്സ് വിത്ത് 32 ഗ്രാം ഓക്സിജൻ ദാറ്റ് ഗീവ്സ് 36 ഗ്രാം വാട്ടർ. ഇത് നോക്കിക്കൊണ്ട്, അതായത് ബാലൻസ്ഡ് ഇക്വേഷൻ്റെ ഈ വെയിറ്റ് കൺസെപ്റ്റ് നോക്കിക്കൊണ്ട് നമ്മൾ എഴുതുകയാണ് മാസ് ഓഫ് വാട്ടർ പ്രൊഡ്യൂസ്ഡ് ഫ്രം 4 ഗ്രാം ഹൈഡ്രജൻ എത്രയാണ്? 36 ഗ്രാം വാട്ടറാണ്. അതായത് 4 ഗ്രാം ഹൈഡ്രജൻ റിയാക്ട് ചെയ്താൽ 36 ഗ്രാം വാട്ടർ കിട്ടും. അത് ഇക്വേഷൻ നമ്മൾ നോക്കി എഴുതുന്നതാണ്. 4 ഗ്രാം ഹൈഡ്രജൻ റിയാക്ട് ചെയ്താൽ 36 ഗ്രാം വാട്ടർ കിട്ടും. അതങ്ങനെ എഴുതി. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ലിമിറ്റിംഗ് റിയാജൻ്റ് ഏതാണ്? ലിമിറ്റിംഗ് റിയാജൻ്റ് ഹൈഡ്രജനാണ്. അതാണ് എടുക്കേണ്ടത്. അതായത് 1.5 ഗ്രാം ഹൈഡ്രജൻ റിയാക്ട് ചെയ്താൽ എത്ര ഗ്രാം വാട്ടർ ലഭിക്കും? അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്, ഓക്സിജൻ എടുക്കാൻ പാടില്ല. ഏതാണോ ലിമിറ്റിംഗ് റിയാജൻ്റ് അത് എടുക്കണം. അപ്പോൾ ലിമിറ്റിംഗ് റിയാജൻ്റ് ആണ് എന്തുമാത്രം പ്രോഡക്റ്റ് ഉണ്ടാകുമെന്ന് തീരുമാനിക്കുക. അപ്പോൾ 1.5 ഗ്രാം ഹൈഡ്രജൻ ആയിട്ട് റിയാക്ട് ചെയ്താൽ എത്ര ഗ്രാം വാട്ടർ ലഭിക്കും എന്നുള്ളത് നമ്മൾ കാണണമെങ്കിൽ ഇവിടെ വാട്ടർ എന്നുള്ളിടത്ത് അവിടെ നമ്മൾ എക്സ് എന്ന് കൊടുക്കുന്നു. ഇനി ഇതിൻ്റെ റേഷ്യോ നമ്മൾ എടുക്കുകയാണ്. അപ്പോൾ 4/1.5 ഇവിടെ കാണാം. 4/1.5 ഈക്വൽ ടു 36/x. 36/x. ഇനി നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് എക്സിൻ്റെ വാല്യൂ ആണ്. അപ്പോൾ 4x ഈക്വൽ ടു 36 × 1.5. 4x ഈക്വൽ ടു 54. അപ്പോൾ x ഈക്വൽ ടു 54/4, അതായത് 13.5 ഗ്രാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ മാസ് ഓഫ് വാട്ടർ പ്രൊഡ്യൂസ്ഡ് ഫ്രം 1.5 ഗ്രാം ഹൈഡ്രജൻ നമുക്ക് ലഭിച്ചു 13.5 ഗ്രാം വാട്ടറാണ്. 1.5 ഗ്രാം ഹൈഡ്രജൻ റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ 13.5 ഗ്രാം വാട്ടർ ലഭിക്കുന്നു. അതാണ് ബി പാർട്ട്. ഇനി ഇതിൻ്റെ സി പാർട്ട് നോക്കി. സി പാർട്ട് ക്വസ്റ്റ്യൻ എന്തായാലും സി പാർട്ട് ക്വസ്റ്റ്യൻ നമുക്കറിയാം. കാൽക്കുലേറ്റ് ദ എമൗണ്ട് ഓഫ് റിയാക്റ്റൻ വിച്ച് റിമെയിൻസ് അൺറിയാക്റ്റഡ്
ഏത് റിയാക്റ്റൻ്റാണ് അവിടെ റിയാക്ട് ചെയ്യാതെ അവശേഷിക്കുന്നത്? അതെങ്ങനെ കാണാം? എമൗണ്ട് ഓഫ് റിയാക്റ്റൻ്റ് അൺറിയാക്റ്റഡ് കാണണമെങ്കിൽ യൂസ്ഡ് എമൗണ്ട്, നമ്മൾ എത്രമാത്രം റിയാക്റ്റൻ്റ് ചേർത്തു, മൈനസ് കൺസ്യൂംഡ് എമൗണ്ട്, എത്രമാത്രം റിയാക്റ്റൻ്റ് കെമിക്കൽ റിയാക്ഷനിൽ പങ്കെടുത്തു. അപ്പോൾ 14.5 ഗ്രാം ഓക്സിജനാണ് നമ്മൾ ചേർത്തത്, 12 ഗ്രാം ഓക്സിജനെ കെമിക്കൽ റിയാക്ഷനിൽ പങ്കെടുത്തുള്ളൂ. അപ്പോൾ 14.5 മൈനസ് 12, അപ്പോൾ നമുക്ക് 2.5 ഗ്രാം ഓക്സിജൻ എന്ന് കിട്ടും. ഇതാണ് റിയാക്റ്റൻ്റ് റിമെയിൻസ് അൺറിയാക്റ്റഡ്. ലിമിറ്റിംഗ് റിയാക്റ്റുമായി ബന്ധപ്പെട്ട രണ്ടാമത്തെ പ്രോബ്ലം. 10 moles of nitrogen reacts with 20 moles of hydrogen to get ammonia. Which is the limiting reagent? B part, calculate the amount of ammonia formed. നമ്മൾ ആദ്യം ഈ പ്രോബ്ലം വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും നൈട്രജനും ഹൈഡ്രജനും റിയാക്ട് ചെയ്ത് അമോണിയ ഉണ്ടാകുന്ന റിയാക്ഷനാണ്. അപ്പോൾ നമ്മൾ നൈട്രജനും ഹൈഡ്രജനും കൂടി ചേർന്ന് അമോണിയ ഉണ്ടാകുന്നതിൻ്റെ ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ എഴുതും. അപ്പോൾ 1N2 + 3H2 ദാറ്റ് ഗീവ്സ് 2NH3. ഇനി എഴുതേണ്ടത് ഇതിൻ്റെ മോൾ കൺസെപ്റ്റാണ് എഴുതേണ്ടത്. അതായത് ഇവിടെ 10 moles നൈട്രജൻ റിയാക്ട്സ് വിത്ത് 20 moles ഹൈഡ്രജൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്, വെയിറ്റ് അല്ല തന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ മോൾസിലുള്ളത് മാത്രം എഴുതിയാൽ മതി. എങ്ങനെ മോൾസിലുള്ളത് എഴുതുക? ഈ ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ നോക്കി എഴുതാൻ സാധിക്കും. നോക്കിയേ, 1 mole നൈട്രജൻ റിക്വയർസ് 3 moles ഹൈഡ്രജൻ. ഇത് എവിടെ നിന്നാണ് കിട്ടിയത്? ഈ ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷനാണ്. ഇവിടെ 1 കാണാം, ഇവിടെ 3 കാണാം. അപ്പോൾ 1 mole നൈട്രജനുമായി റിയാക്ട് ചെയ്യണമെങ്കിൽ 3 mole ഹൈഡ്രജൻ ആവശ്യമാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ പ്രോബ്ലത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത് എത്ര മോൾ നൈട്രജനാണ്? 10 moles നൈട്രജനാണ്. അപ്പോൾ ഇവിടെ താഴെ എഴുതുന്നു 10 moles നൈട്രജനുമായിട്ട് റിയാക്ട് ചെയ്യാൻ എത്ര മോൾ ഹൈഡ്രജൻ വേണം, അത് നമ്മൾ എക്സ് എന്നെടുക്കുന്നു. എക്സ് മോൾ ഹൈഡ്രജൻ വേണം. ഇനി ഇതിൻ്റെ റേഷ്യോ എടുക്കണം. അതായത് 1/10 = 3/x, 1/10 = 3/x റേഷ്യോ എടുക്കണം. ഇനി ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക, എക്സിൻ്റെ വാല്യൂ ആണ്. അപ്പോൾ x = 3 × 10, അതായത് 30 moles ഹൈഡ്രജൻ കിട്ടും. 1 മോൾ നൈട്രജനുമായിട്ട് റിയാക്ട് ചെയ്യാൻ 3 mole ഹൈഡ്രജൻ വേണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും, ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, 10 mole നൈട്രജനായിട്ട് റിയാക്ട് ചെയ്യാൻ 30 mole ഹൈഡ്രജൻ വേണം. പക്ഷേ ഇവിടെ യഥാർത്ഥത്തിൽ നമ്മൾ എടുത്തിരിക്കുന്നത് 20 mole ഹൈഡ്രജനാണ്. പക്ഷെ 30 mole ഹൈഡ്രജൻ ആവശ്യമുണ്ട്. അതിനർത്ഥം ഹൈഡ്രജൻ പൂർണ്ണമായി പ്രവർത്തിച്ച് തീർന്നു. ഹൈഡ്രജൻ ഈസ് കംപ്ലീറ്റ്ലി കൺസ്യൂംഡ്. സോ ഹൈഡ്രജൻ ഈസ് ദ ലിമിറ്റിംഗ് റിയാജൻറ്റ്. ഇതിൽ രണ്ടാമത്തെ പാർട്ട്, അമോണിയ എത്രമാത്രം ഉണ്ടായി. അപ്പോൾ നമ്മൾ ആദ്യം ഇക്വേഷൻ എഴുതി 1N2 + 3H2 ദാറ്റ് ഗീവ്സ് 2NH3. ഇതിൽ നിന്ന് നമ്മൾ എഴുതുകയാണ് 3 moles ഹൈഡ്രജൻ റിയാക്ട് ചെയ്താൽ 2 moles അമോണിയ കിട്ടും. അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്, ലിമിറ്റിംഗ് റിയാജൻ്റ് എടുത്തുകൊണ്ടാണ് നമ്മൾ പറയുക. അതായത് ലിമിറ്റിംഗ് റിയാജൻ്റാണ് പ്രോഡക്റ്റ് എന്തുമാത്രം ഉണ്ടാണെന്ന് തീരുമാനിക്കുക. അതായത് ഇവിടെ ലിമിറ്റിംഗ് റിയാജൻ്റ് ഹൈഡ്രജനാണ്. അപ്പോൾ ഹൈഡ്രജൻ്റെ എമൗണ്ട് എടുത്താണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക. ഇവിടെ നൈട്രജന് റോളില്ല, നൈട്രജൻ ലിമിറ്റിംഗ് റിയാജൻ്റ് അല്ല. അപ്പോൾ 3 moles ഹൈഡ്രജൻ ഫോംസ് 2 mole അമോണിയ. അങ്ങനെയാണെങ്കിൽ 20 moles ഹൈഡ്രജൻ ഫോംസ് 2/3 × 20. അതായത് ഈ 3നെ ഇങ്ങോട്ട് കൊണ്ടുവന്നു × 20. അപ്പോൾ 13.33 mole അമോണിയ എന്ന് കിട്ടും. 20 mole ഹൈഡ്രജൻ നൈട്രജനുമായിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ 13.33 mole അമോണിയ കിട്ടും. ഇനി അമോണിയയുടെ മോളിക്കുലർ മാസ് എത്രയാണ്? 17 ഗ്രാമാണ്. അപ്പോൾ 13.33നെ 17 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ അമോണിയയുടെ വെയിറ്റ് കിട്ടും. അതായത് 226.66 ഗ്രാം അമോണിയാണ് ഫോം ചെയ്യുക. കോൺസെൻട്രേഷൻ ഓഫ് സൊല്യൂഷൻ. ഒരു സൊല്യൂഷൻ്റെ ഗാഢത, the amount of solute dissolved in the given volume of solvent or solution is called concentration. ഒരു നിശ്ചിത വോളിയം സോൾവെൻറ്റിൽ അല്ലെങ്കിൽ സൊല്യൂഷനിൽ ഡിസോൾവ് ചെയ്ത് കിടക്കുന്ന സൊല്യൂട്ടിൻ്റെ എമൗണ്ടിനെയാണ് നമ്മൾ കോൺസെൻട്രേഷൻ, മലയാളത്തിൽ ഗാഢത എന്ന് പറയുന്നത്. ഒരു സൊല്യൂഷൻ്റെ കോൺസെൻട്രേഷൻ ഏതെല്ലാം രീതിയിൽ എക്സ്പ്രസ് ചെയ്യാം, അതായത് ഏതെല്ലാം യൂണിറ്റുകൾ ഉപയോഗിച്ച് എക്സ്പ്രസ് ചെയ്യാം. ഒന്ന് മാസ് പെർസെൻറ്റേജ്, അതിനെ W/W എന്ന് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നു. പിന്നെ മോൾ ഫ്രാക്ഷൻ, അതിനെ കൈ എന്ന ലെറ്റർ ഉപയോഗിച്ചിട്ട് ഡിനോട്ട് ചെയ്യുന്നു. പിന്നെ മൊളാരിറ്റി, ക്യാപിറ്റൽ M ഉപയോഗിച്ചിട്ട് ഡിനോട്ട് ചെയ്യുന്നു. പിന്നെ മൊളാലിറ്റി, സ്മോൾ ലെറ്റർ M ഉപയോഗിച്ച് ഡിനോട്ട് ചെയ്യുന്നു. ഇതാണ് നമുക്ക് +1 പഠിക്കാനുള്ള 4 മോഡ്സ് ഓഫ്
എക്സ്പ്രഷൻ ഓഫ് കോൺസെൻട്രേഷൻ. അതിലൊന്നാമത്തെ മാസ് പെർസെൻറ്റേജ്. മാസ് പെർസെൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ മാസ് ഓഫ് സൊല്യൂട്ട് പ്രസൻറ്റ് ഇൻ 100 gram ഓഫ് സൊല്യൂഷൻ. നമുക്കറിയാം ഒരു സൊല്യൂഷൻ ഉണ്ടാക്കണമെങ്കിൽ സൊല്യൂട്ടും സോൾവെൻറ്റും കൂടി മിക്സ് ചെയ്യണം. അതായത് സൊല്യൂഷനിൽ 2 കമ്പോണൻറ്റുകളുണ്ട്. 100 gram സൊല്യൂഷൻ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതിലടങ്ങിയിരിക്കുന്ന സൊല്യൂട്ടിൻ്റെ മാസിനെയാണ് മാസ് പെർസെൻറ്റേജ് എന്ന് വിളിക്കുന്നത്. മാസ് പെർസെൻറ്റേജ് ഓഫ് ദ സൊല്യൂട്ട് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? അതിന് ഫോർമുലയുണ്ട്. മാസ് ഓഫ് ദ സൊല്യൂട്ട് ഇൻ ദ സൊല്യൂഷൻ ഡിവൈഡഡ് ബൈ ടോട്ടൽ മാസ് ഓഫ് ദ സൊല്യൂഷൻ ഇൻറ്റു 100. സൊല്യൂഷനിൽ അടങ്ങിയിരിക്കുന്ന സൊല്യൂട്ടിൻ്റെ മാസിനെ സൊല്യൂഷൻ്റെ ആകെ മാസ് കൊണ്ട് ഡിവൈഡ് ചെയ്ത് കിട്ടുന്നതിനെ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അതായത് പെർസെൻറ്റേജിലേക്ക് മാറ്റാൻ വേണ്ടി മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കാണാൻ പറ്റും? സൊല്യൂട്ടിൻ്റെ മാസ് പെർസെൻറ്റേജ് കാണാം. W/W എന്നാണ് നമ്മളതിനെ ഡിനോട്ട് ചെയ്യുക. എക്സാമ്പിളായിട്ട് നോക്കാം. വാട്ട് ഈസ് ദ മാസ് പെർസെൻറ്റേജ് ഓഫ് 500 gram ഓഫ് വാട്ടർ കണ്ടെയ്നിങ് 6.5 gram പൊട്ടാസ്യം നൈട്രേറ്റ്? ഈ പ്രോബ്ലം വായിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാവും ഇവിടെ ഏതാണ് സോൾവെൻ്റ്, ഏതാണ് സൊല്യൂട്ട്. അതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. ഇവിടെ സോൾവെൻ്റ് എന്ന് പറയുന്നത് വാട്ടറാണ്. അതിൻ്റെ വെയിറ്റ് തന്നിട്ടുണ്ട് 500 gram ആണ്. സൊല്യൂട്ട് എന്ന് പറയുന്നത് പൊട്ടാസ്യം നൈട്രേറ്റ് ആണ്. അതിൻ്റെ വെയിറ്റ് തന്നിട്ടുണ്ട് 6.5 gram ആണ്. അപ്പോൾ സൊല്യൂട്ടിൻ്റെയും സോൾവെൻറ്റിൻ്റെയും വെയിറ്റ് കിട്ടി. അപ്പോൾ നമുക്ക് എന്ത് കാണാം? മാസ് പെർസെൻറ്റേജ് കാണാം. എന്താണ് ഫോർമുല? മാസ് പെർസെൻറ്റേജ് കാണാനുള്ള ഫോർമുല നമുക്കറിയാം. മാസ് ഓഫ് ദ സൊല്യൂട്ട്, ഇപ്പോൾ ഇവിടെ സൊല്യൂട്ടിൻ്റെ മാസ് എത്രയാണ്? 6.5 ഡിവൈഡഡ് ബൈ ടോട്ടൽ മാസ് ഓഫ് ദ സൊല്യൂഷൻ. സൊല്യൂഷൻ്റെ മാസ് കാണണമെങ്കിൽ സോൾവെൻറ്റിൻ്റെ മാസും സൊല്യൂട്ടിൻ്റെ മാസും കൂടി ആഡ് ചെയ്താൽ സൊല്യൂഷൻ്റെ മാസ് കിട്ടി. അതാണ് ഇവിടെ 500 + 6.5 എഴുതിയിരിക്കുന്നത്. സൊല്യൂഷൻ്റെ ആകെ മാസാണത് ഇൻറ്റു 100. ഈ പ്രോബ്ലം സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 1.28% എന്ന് കിട്ടും. ഈ രീതിയിലാണ് മാസ് പെർസെൻറ്റേജ് കാണുക. രണ്ടാമത്തെ യൂണിറ്റാണ് മോൾ ഫ്രാക്ഷൻ. കൈ എന്ന ലെറ്റർ ഉപയോഗിച്ച് ഡിനോട്ട് ചെയ്യുക. നമുക്കറിയാം സൊല്യൂഷനിൽ 2 കമ്പോണൻറ്റുകളുണ്ട്. ഒന്ന് സൊല്യൂട്ടാണ്, മറ്റൊന്ന് സോൾവെൻ്റാണ്. ഓരോ കമ്പോണൻറ്റിനും മോൾ ഫ്രാക്ഷൻ പറയാൻ സാധിക്കും. അപ്പോൾ മോൾ ഫ്രാക്ഷൻ ഓഫ് എ കമ്പോണൻറ്റ് ഇൻ സൊല്യൂഷൻ ഈസ് ദ റേഷ്യോ ഓഫ് നമ്പർ ഓഫ് മോൾസ് ഓഫ് ദാറ്റ് കമ്പോണൻറ്റ് ടു ദ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് ഓൾ ദ കമ്പോണൻറ്റ്സ് ഇൻ ദ സൊല്യൂഷൻ. അതായത് അത് റേഷ്യോ ആണ്. ഏത് കമ്പോണൻ്റാണ് നമ്പർ ഓഫ് മോൾസ് അതിനെ സൊല്യൂഷനിൽ അടങ്ങിയിരിക്കുന്ന എല്ലാ കമ്പോണൻറ്റുകളുടെയും നമ്പർ ഓഫ് മോൾസ് കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ആ റേഷ്യോ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? മോൾ ഫ്രാക്ഷൻ കിട്ടും. അപ്പോൾ മോൾ ഫ്രാക്ഷൻ ഓഫ് സൊല്യൂട്ട് എങ്ങനെ എഴുതാം? നോക്കിയേ. കൈ ഓഫ് സൊല്യൂട്ട് ഈക്വൽ ടു നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് പ്ലസ് നമ്പർ ഓഫ് മോൾസ് ഓഫ് സോൾവെൻറ്റ്. അതുപോലെ മോൾ ഫ്രാക്ഷൻ ഓഫ് സോൾവെൻറ്റ് എഴുതാം. എങ്ങനെ എഴുതാം? കൈ ഓഫ് സോൾവെൻറ്റ് ഈക്വൽ ടു നമ്പർ ഓഫ് മോൾസ് ഓഫ് സോൾവെൻറ്റ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് പ്ലസ് നമ്പർ ഓഫ് മോൾസ് ഓഫ് സോൾവെൻറ്റ്. അപ്പോൾ ഒന്നുമില്ല, ഓരോ കമ്പോണൻറ്റ് നമുക്ക് മോൾ ഫ്രാക്ഷൻ എഴുതാൻ സാധിക്കും. സൊല്യൂട്ടിൻ്റെ മോൾ ഫ്രാക്ഷൻ എഴുതുമ്പോൾ നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ന്യൂമറേറ്ററിൽ വരും. സോൾവെൻറ്റിൻ്റെ മോൾ ഫ്രാക്ഷൻ എഴുതുമ്പോൾ നമ്പർ ഓഫ് മോൾസ് ഓഫ് സോൾവെൻറ്റ് ന്യൂമറേറ്ററിൽ വരും. ഇനി ഇതിൽ നമ്പർ ഓഫ് മോൾസ് എങ്ങനെയാണ് കാണുക? അത് കാണാനുള്ള ഇക്വേഷൻ ഇതാണ്. സൊല്യൂട്ടിൻ്റെ നമ്പർ ഓഫ് മോൾസ് കാണണമെങ്കിൽ സൊല്യൂട്ടിൻ്റെ വെയ്റ്റിനെ അതിൻ്റെ മോളിക്കുലർ മാസ് കൊണ്ട് ഡിവൈഡ് ചെയ്യണം. സോൾവെൻറ്റിൻ്റെ നമ്പർ ഓഫ് മോൾസ് കാണണമെങ്കിൽ സോൾവെൻറ്റിൻ്റെ വെയ്റ്റിനെ അതിൻ്റെ മോളിക്കുലർ മാസ് കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ നമുക്ക് നമ്പർ ഓഫ് മോൾസ് കിട്ടും. നമ്പർ ഓഫ് മോൾസ് കിട്ടിക്കഴിഞ്ഞാൽ സൊല്യൂട്ടിൻ്റെയും സോൾവെൻറ്റിൻ്റെയും നമ്പർ ഓഫ് മോൾസ് കിട്ടിയ രണ്ടിൻ്റെയും മോൾ ഫ്രാക്ഷൻ കാണാൻ സാധിക്കും. ഇവിടെ പ്രധാനപ്പെട്ട ഒരു പോയിൻ്റ് എന്ന് പറയുന്നത് ഒരു സൊല്യൂഷനിലുള്ള 2 കമ്പോണൻറ്റുകളുടെയും മോൾ ഫ്രാക്ഷൻ്റെ തുക 1 ആയിരിക്കും, യൂണിറ്റി ആയിരിക്കും. ദ സം ഓഫ് മോൾ ഫ്രാക്ഷൻ ഓഫ് ദ സൊല്യൂട്ട് ആൻഡ് സോൾവെൻറ്റ് ഇൻ എ സൊല്യൂഷൻ ഇസ് ഈക്വൽ ടു യൂണിറ്റി. ഒരു സൊല്യൂഷൻ്റെ കോൺസെൻട്രേഷൻ എക്സ്പ്രസ് ചെയ്യാനുള്ള മൂന്നാമത്തെ യൂണിറ്റാണ് മൊളാരിറ്റി. ക്യാപിറ്റൽ M എന്നാണ് ഡിനോട്ട് ചെയ്യുക. മൊളാരിറ്റി ഈസ് ദ നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ഡിസോൾവ്ഡ് ഇൻ 1 ലിറ്റർ ഓഫ് സൊല്യൂഷൻ. നമുക്കറിയാം സൊല്യൂഷൻ പ്രിപ്പയർ ചെയ്യുന്നത് സൊല്യൂട്ടും സോൾവെൻറ്റും കൂടി മിക്സ് ചെയ്താണ്. 1 ലിറ്റർ സൊല്യൂഷൻ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ലയിച്ച് കിടക്കുന്ന സൊല്യൂട്ടിൻ്റെ മോളുകളുടെ എണ്ണത്തിനെയാണ് മൊളാരിറ്റി എന്ന് വിളിക്കുക. മൊളാരിറ്റി എങ്ങനെയാണ് കാണുക? അത് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുല ക്യാപിറ്റൽ M ഈക്വൽ ടു നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് സൊല്യൂഷൻ. അവിടെ സൊല്യൂഷൻ്റെ വോളിയം ലിറ്ററിൽ തന്നെ എക്സ്പ്രസ് ചെയ്യണം. മില്ലി ലിറ്ററിലാണ് തന്നിട്ടുള്ളതെങ്കിൽ ഞാൻ ലിറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ മൊളാരിറ്റി കാണാനുള്ള ഇക്വേഷൻ M ഈക്വൽ ടു N/V. വോളിയം ഷുഡ് ബി ഇൻ ലിറ്റർ.
ഒരു എക്സാമ്പിൾ വർക്കൗട്ട് ചെയ്യാം. കാൽക്കുലേറ്റ് ദ മൊളാരിറ്റി ഓഫ് എ സൊല്യൂഷൻ ദാറ്റ് കണ്ടെയ്ൻസ് 5.8 ഗ്രാം പൊട്ടാസ്യം ക്ലോറൈഡ് ഇൻ 550 മില്ലി ലിറ്റർ ഓഫ് സൊല്യൂഷൻ. ഇവിടെ സൊല്യൂഷൻ്റെ വോളിയം തന്നിട്ടുണ്ട് 550 മില്ലി ലിറ്റർ ആണ്. അതുപോലെ പൊട്ടാസ്യം ക്ലോറൈഡാണ് ഇവിടെ സൊല്യൂട്ട്, അതിൻ്റെ വെയിറ്റ് തന്നിട്ടുണ്ട് 5.8 ഗ്രാമാണ്. അപ്പോൾ നമുക്ക് പ്രോബ്ലം ചെയ്യാം. മൊളാരിറ്റി കാണാനുള്ള ഇക്വേഷൻ എം ഈക്വൽ ടു N/V ആണ്. ഇവിടെ വി തന്നിട്ടുണ്ട് 550, അതിന് മില്ലി ലിറ്ററിലാണ് തന്നിരിക്കുന്നത്, ലിറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യുക. അപ്പോൾ ബൈ 1000, അപ്പോൾ 0.55 ലിറ്റർ എന്നാവും. ഇനി എൻ എങ്ങനെയാണ് കാണുക? നമ്പർ ഓഫ് മോൾസ് എൻ കാണണമെങ്കിൽ വെയ്റ്റിനെ മോളിക്കുലർ മാസ് കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഇതാണ് ഫോർമുല. അപ്പോൾ എൻ കാണണമെങ്കിൽ വെയിറ്റ് തന്നിട്ടുണ്ട് 5.8 ഗ്രാമാണ്, മോളിക്കുലർ മാസ് 74.55 ആണ്. അപ്പോൾ അത് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 0.078 മോൾസ് എന്ന് കിട്ടും. ഇതാണ് നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട്. അപ്പോൾ അത് എന്നിന് വരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ മൊളാരിറ്റി ഈക്വൽ ടു N/V, അതായത് 0.078 ഡിവൈഡഡ് ബൈ വോളിയം 0.55 ലിറ്റർ. അപ്പോൾ ആൻസർ 0.14 m മോളാർ എന്ന് കിട്ടും. മൊളാലിറ്റി, ഒരു സൊല്യൂഷൻ്റെ കോൺസെൻട്രേഷൻ എക്സ്പ്രസ് ചെയ്യാനുള്ള 4ാമത്തെ യൂണിറ്റാണ് മൊളാലിറ്റി. സ്മോൾ ലെറ്റർ എം ഉപയോഗിച്ചാണ് ഡിനോട്ട് ചെയ്യുക. മൊളാലിറ്റി ഇസ് ദ നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ഡിസോൾവ്ഡ് ഇൻ 1 കിലോഗ്രാം ഓഫ് സോൾവെൻറ്റ്. ഇവിടെ സോൾവെൻറ്റിൻ്റെ വെയിറ്റ് ഉപയോഗിച്ചുകൊണ്ടാണ് മൊളാലിറ്റി പറയുക. അപ്പോൾ നമുക്കറിയാം, സൊല്യൂഷൻ പ്രിപ്പയർ ചെയ്യണമെങ്കിൽ സൊല്യൂട്ടും സോൾവെൻറ്റും കൂടി മിക്സ് ചെയ്യണം, എന്നിട്ടാണ് സൊല്യൂഷൻ പ്രിപ്പയർ ചെയ്യുക. അതിൽ 1 കിലോഗ്രാം സോൾവെൻറ്റിൽ ഡിസോൾവ് ചെയ്ത് കിടക്കുന്ന സൊല്യൂട്ടിൻ്റെ മോളുകളുടെ എണ്ണത്തിനെയാണ് മൊളാലിറ്റി എന്ന് വിളിക്കുക. മൊളാലിറ്റി കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുല എന്താണ്? എം ഈക്വൽ ടു നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ മാസ് ഓഫ് സോൾവെൻറ്റ്. ഇവിടെ സോൾവെൻറ്റിൻ്റെ മാസ് കിലോഗ്രാമിൽ തന്നെ എഴുതണം. അപ്പോൾ ഇക്വേഷൻ എങ്ങനെ എഴുതാം? സ്മോൾ ലെറ്റർ എം ഈക്വൽ ടു N/W. W ഈസ് മാസ് ഓഫ് സോൾവെൻറ്റ് ഇൻ കിലോഗ്രാം. ഇതാണ് മൊളാലിറ്റി കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുല. ഒരു പ്രോബ്ലം വർക്കൗട്ട് ചെയ്യുക. കാൽക്കുലേറ്റ് ദ മൊളാലിറ്റി ഓഫ് എ സൊല്യൂഷൻ പ്രിപ്പയർഡ് ബൈ പ്ലേസിംഗ് 10.3 ഗ്രാം മഗ്നീഷ്യം ക്ലോറൈഡ് ഇൻ 200 ഗ്രാം വാട്ടർ. ഈ പ്രോബ്ലം വായിച്ചു കഴിഞ്ഞാൽ സോൾവെൻറ്റ് ഏതാണ്, സൊല്യൂട്ട് ഏതാണെന്ന് മനസ്സിലാക്കണം. ഇവിടെ സോൾവെൻറ്റ് വാട്ടറാണ് 200 ഗ്രാം എടുത്തിരിക്കുന്നു, സൊല്യൂട്ട് മഗ്നീഷ്യം ക്ലോറൈഡാണ് 10.3 ഗ്രാം എടുത്തിരിക്കുന്നു. അപ്പോൾ നമുക്ക് ഫോർമുല അറിയാം, മൊളാലിറ്റി എം ഈക്വൽ ടു N/W ആണ്. അപ്പോൾ ആദ്യം നമ്പർ ഓഫ് മോൾസ് സൊല്യൂട്ട് കാണണം. നമ്പർ ഓഫ് മോൾസ് സൊല്യൂട്ട് കാണണമെങ്കിൽ വെയ്റ്റിനെ അതിൻ്റെ മോളാർ മാസ് കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഇവിടെ മഗ്നീഷ്യം ക്ലോറൈഡിൻ്റെ വെയിറ്റ് 10.3 ഗ്രാമാണ് എടുത്തിരിക്കുന്നത്, അതിൻ്റെ മോളിക്കുലർ മാസ് 95.2 ആണ്. അപ്പോൾ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 0.108 മോൾ എന്ന് കിട്ടും. അപ്പോൾ നമ്പർ ഓഫ് മോൾസ് കിട്ടി. അത് കിട്ടിക്കഴിഞ്ഞാൽ മൊളാലിറ്റി കാണാം. മൊളാലിറ്റി ഈക്വൽ ടു 0.108 ഡിവൈഡഡ് ബൈ വെയിറ്റ് ഓഫ് സോൾവെൻറ്റ്. ഇവിടെ സോൾവെൻറ്റിൻ്റെ വെയിറ്റ് ഗ്രാമിലാണ് വന്നിരിക്കുന്നത്, അതിനെ കിലോഗ്രാമിലേക്ക് കൺവെർട്ട് ചെയ്യണം. അപ്പോൾ 200/1000, അപ്പോൾ 0.2 എന്നായി. ഇത് കാൽക്കുലേറ്റ് ചെയ്താൽ നമുക്ക് 0.54 മോളാൽ എന്ന് കിട്ടും. വിച്ച് ഡിപ്പെൻസ് ഓൺ ടെമ്പറേച്ചർ, മൊളാരിറ്റി ഓർ മൊളാലിറ്റി? ഇത് ഒരു പ്രധാനപ്പെട്ട ക്വസ്റ്റ്യനാണ്. മൊളാരിറ്റി, അതായത് ക്യാപിറ്റൽ എം, ചേഞ്ചസ് വിത്ത് ടെമ്പറേച്ചർ. കാരണം മൊളാരിറ്റി എക്സ്പ്രസ് ചെയ്യുന്നത് വോളിയം ഉപയോഗിച്ചുകൊണ്ടാണ്. ടെമ്പറേച്ചർ ചേഞ്ച് ചെയ്താൽ വോളിയം ചേഞ്ച് ചെയ്യും. അതുകൊണ്ട് ടെമ്പറേച്ചറിനനുസരിച്ച് മൊളാരിറ്റി ക്യാപിറ്റൽ എം ചേഞ്ച് ചെയ്യും. പക്ഷേ മൊളാലിറ്റി ടെമ്പറേച്ചറിനനുസരിച്ച് യാതൊരു മാറ്റം ഉണ്ടാവില്ല. കാരണം മൊളാലിറ്റി സ്മോൾ ലെറ്റർ എം എക്സ്പ്രസ് ചെയ്യുന്നത് സോൾവെൻറ്റിൻ്റെ മാസ് ഉപയോഗിച്ചാണ്.